നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മന്ത് നമുക്ക് ഓട്ടിസം അവയർനെസ് മന്തായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ഓട്ടിസത്തിന് നമുക്ക് വേറെ പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. സ്പെക്ട്രം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഒരു കൂട്ടം അല്ലേ. അപ്പോൾ ഈ ഓട്ടിസം കുട്ടികളും നമ്മുടെ നോർമൽ കുട്ടികളുമായിട്ട് വളരെയധികം ഡിഫറൻസസ് ഉണ്ട്. ഓരോ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓട്ടിസം എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പാരൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുവാണ്. നമുക്ക് ട്രയാഡായിട്ടൊന്ന് കണക്കാക്കപ്പെടാം. അത് ട്രയാഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ട്രൈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം 3 അല്ലേ. അപ്പോൾ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ 3 ഏരിയാസിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടെന്നല്ല ഒരു ഡിഫറൻസസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെയാണ് ഓട്ടിസം ട്രയാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടിസം ട്രയാഡിൽ വരുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ചില ഓട്ടിസം കുഞ്ഞുകളിൽ ഈ ഒരു റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് കണ്ടുവരാം. റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ് എല്ലാ ഓട്ടിസം കുട്ടികളിലും ഒരേപോലെ ആയിരിക്കില്ല. അവരുടെ ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും ഓരോ ഓട്ടിസം കുട്ടികളിലും. അതിൽ ഈ റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സിൽ വരുന്നത് ഫ്ലാപ്പിംഗ്, ഹാൻഡ് ഫ്ലാപ്പിംഗ് ഉണ്ടാവാം, ടോയ് വാക്കിംഗ് ഉണ്ടാവാം. ചില കുഞ്ഞുങ്ങൾക്ക് ഒരേപോലെ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ കളിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ചില കുഞ്ഞുങ്ങളിൽ അത് വ്യത്യാസമായിരിക്കും. ഡിഫറെൻറ്റ് രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരേ രീതിയിലെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രെയിൻ പോലെ വെച്ചിട്ടാണ് അവർ ബ്ലോക്സ് കളിക്കുന്നതെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിലായിരിക്കും അവർ കൂടുതലും കളിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങളിൽ കാൽക്കുലേഷൻസ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം, ഒരു പാട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാണ് റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. കമ്മ്യൂണിക്കേഷനിൽ ഇവർക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരുടെ കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ, ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിക്കും. പക്ഷേ ഓട്ടിസം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നതിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ലോ ഐ കോണ്ടാക്റ്റ് ആയിരിക്കും ഇവർ കാണിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചാലോ അവർ നമ്മുടെ കണ്ണിൽ നോക്കിയായിരിക്കില്ല സംസാരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു ഉത്തരം, ഒരു ആൻസർ തരാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടും കാണും. അതായത് നമ്മളിപ്പോൾ പേരെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് അതിനുള്ള പ്രോപ്പർ ആൻസർ ആയിരിക്കില്ല അവർ തരുന്നത്. ചില കുഞ്ഞുങ്ങൾ തിരിച്ച് അതുപോലെ പേരെന്താ എന്ന് ചോദിക്കും. അതിനെ നമ്മൾ എക്കോലാലിയ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർക്ക് അത് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ചില ഓട്ടിസം കുഞ്ഞുങ്ങളിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലാണ്. ട്രയാഡിൽ തേർഡ് വൺ സോഷ്യൽ ഇൻട്രാക്ഷനാണ്. സോഷ്യൽ ഇൻട്രാക്ഷനിൽ പറയുമ്പോൾ ഇവർക്ക് പിയർ ഗ്രൂപ്പിൽ കളിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇവർക്ക് എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കളിക്കണം, ഇവരുടേതായ ലോകത്തിലായിരിക്കണം, ഇവരുടേതായ കളിയിലായിരിക്കും ഇവർ ഏർപ്പെടുന്നത്. പിയർ ഗ്രൂപ്പിൽ ഇവർ കളിക്കാനായിട്ട്, അത് ഇവരുടെ തന്നെ ഏജ് ഗ്രൂപ്പിൽ കളിക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. മാത്രമല്ല നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിലും ഇവർക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലാകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. നമുക്ക് ഓരോ റൂൾസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ടേൺ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ന കുറേ റൂൾസ് റെഗുലേഷൻസ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ വരും. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയും ഇവരെ ആക്റ്റീവായിട്ട് കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇവർക്ക് അപ്പോഴും ഇവരുടേതായ ഒരു സ്വന്തം ഇമാജിനേഷൻ അല്ലെങ്കിൽ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ കളിക്കാനായിരിക്കും ഇവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓട്ടിസം കണ്ടുവരുന്നത് ഒരു 1.5-2 years ഒക്കെ ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഐ കോണ്ടാക്റ്റ് ആണ്, നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ടോ, സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാരൻസിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് എന്തെങ്കിലും ബിഹേവിയറിൽ ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിലേതെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓട്ടിസം കുഞ്ഞുങ്ങളെ നമ്മൾ നോർമൽ കുട്ടികളിലെ ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും അവർക്ക് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ തെറാപ്പി, ഈ രീതിയിലുള്ള തെറാപ്പീസും ഇൻ്റർവെൻഷനും നമ്മൾ ആ ഓട്ടിസം കുഞ്ഞുങ്ങളിലെ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.
നമ്മൾ കൊടുക്കുന്ന രീതി മാത്രമല്ല, നമ്മൾ ആ തെറാപ്പി എങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അവരിൽ നമ്മൾ കൂടെ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പാരൻസ് കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു നോർമൽ കുട്ടികളുടെ ലെവലിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ ഓട്ടിസം കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അവരുടെ സ്കോറിങ്, അതായത് അവരുടെ ലെവൽ എത്രത്തോളം ഉണ്ട്, നമുക്ക് ഉണ്ട് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ 3 കാറ്റഗറിയിലാണ് ഓട്ടിസം കുട്ടികളെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് കുഞ്ഞ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇവർക്ക് ഡിലേസ് വരാം, അതായത് ഡെവലപ്മെൻറ്റിൽ തന്നെ ഒത്തിരി ഡിലേസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സ്പീച്ചിൽ വരാം, കമ്മ്യൂണിക്കേഷനിൽ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇതിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നോക്കിയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഇവർ പുറകിലോട്ട് നിൽക്കുന്നത്, ആ രീതിയിൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും വേണ്ട രീതിയിൽ ഉള്ള പരിചരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. താങ്ക് യു.